ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായമാണ്. ഈ പുസ്തകത്തിലൂടെ, ഈ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സാംസൺ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവനായിരുന്നു, ശക്തിയുള്ളവനായിരുന്നു. എന്നാൽ ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിൽ ഒക്കെ വീണു പോയപ്പോൾ തൻ്റെ ശക്തിയുടെ ഉറവിടം തുറന്നു പറയുകയും അത് അവസാനം സാംസന്റെ മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ജാഗരൂകരായി ജീവിക്കേണ്ട ആവശ്യകത സാംസണിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞു ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നന്മ തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ അങ്ങയുടെ കരം പിടിച്ച് അങ്ങയുടെ പാത പിൻചെന്ന് നടക്കുവാൻ പരിശ്രമിക്കുന്ന ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ജാഗരൂകരായിരിക്കുവാൻ, തിന്മയ്ക്കെതിരെ എപ്പോഴും ജാഗരൂകരായിരിക്കുവാൻ ഞങ്ങളെ അങ്ങ് പരിശീലിപ്പിക്കണമേ. ആമീൻ. ചോദ്യം 1. ന്യായാധിപൻ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട്. ഓപ്ഷൻ എ സാംസണും ദലീലയും, ഓപ്ഷൻ ബി സാംസന്റെ വിവാഹം, ഓപ്ഷൻ സി സാംസന്റെ മരണം. ശരിയുത്തരം ഓപ്ഷൻ എ സാംസണും ദലീലയും. 2. സാംസൺ എവിടെ വച്ചാണ് ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത്? ഓപ്ഷൻ എ ഹെബ്രോൺ, ഓപ്ഷൻ ബി ലേഹി, ഓപ്ഷൻ സി ഗാസ. ശരിയുത്തരം ഓപ്ഷൻ സി ഗാസ. 3. ന്യായാധിപന്മാർ 16:2 പ്രകാരം ഗാസ നിവാസികൾ സാംസണെ പിടികൂടാൻ എവിടെയാണ് പതിയിരുന്നത്? ഓപ്ഷൻ എ പട്ടണവാതിൽക്കൽ, ഓപ്ഷൻ ബി പട്ടണത്തിന് പുറത്ത്, ഓപ്ഷൻ സി പട്ടണ പടിപ്പുരയുടെ വാതിൽക്കൽ. ശരിയുത്തരം ഓപ്ഷൻ എ പട്ടണവാതിൽക്കൽ. 4. ന്യായാധിപന്മാർ 16:2 ഗാസ നിവാസികൾ എന്ത് പറഞ്ഞാണ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നത്? ഓപ്ഷൻ എ പ്രഭാതം വരെ കാത്തിരുന്ന് രാവിലെ അവനെ നമുക്ക് കൊല്ലാം, ഓപ്ഷൻ ബി പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് പിടികൂടാം, ഓപ്ഷൻ സി പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം. ശരിയുത്തരം ഓപ്ഷൻ സി പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം. 5. ന്യായാധിപന്മാർ 16:3 സാംസൺ പാതിരാ വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് എന്ത് തോളിൽ വച്ചാണ് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് പോയത്? ഓപ്ഷൻ എ പട്ടണ പടിപ്പുരയുടെ വാതിൽ പറിച്ചെടുത്ത്, ഓപ്ഷൻ ബി പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത്, ഓപ്ഷൻ സി പട്ടണ പടിപ്പുരയുടെ വാതിൽ ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത്. ശരിയുത്തരം ഓപ്ഷൻ ബി പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത്. 6. സാംസൺ സ്നേഹിച്ച ദലീല എന്ന സ്ത്രീയുടെ സ്വദേശം? ഓപ്ഷൻ എ സോറേക്കു താഴ്വര, ഓപ്ഷൻ ബി സെബോയിം താഴ്വര, ഓപ്ഷൻ സി റഫായിം താഴ്വര. ശരിയുത്തരം ഓപ്ഷൻ എ സൊറേക്കു താഴ്വര. 7. ആരാണ് ദലീലയുടെ അടുത്ത് എന്ന് സാംസനെ നീ വശീകരിക്കണം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ ഫിലിസ്തീയർ, ഓപ്ഷൻ ബി ഫിലിസ്തീയരുടെ നേതാക്കന്മാർ, ഓപ്ഷൻ സി ഗാസ നിവാസികൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ഫിലിസ്തീയരുടെ നേതാക്കന്മാർ. 8. ഫിലിസ്തീയരുടെ നേതാക്കന്മാർ സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കിയാൽ ദലീലയ്ക്ക് എന്ത് പ്രതിഫലമാണ് നൽകുമെന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ 1100 വെള്ളി നാണയം, ഓപ്ഷൻ ബി 1200 വെള്ളി നാണയം, ഓപ്ഷൻ സി ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ശരിയുത്തരം ഓപ്ഷൻ സി ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. 9. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. അധ്യായം വാക്യം. ഓപ്ഷൻ എ ന്യായാധിപന്മാർ 16:5, ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 16:6, ഓപ്ഷൻ സി ന്യായാധിപന്മാർ 16:7.
ശരിയുത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 16:6. 10. ന്യായാധിപന്മാർ 16:7 എന്ത് ചെയ്താൽ സാംസൺ തൻ്റെ ശക്തി കുറഞ്ഞ് താൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. ഓപ്ഷൻ ബി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. ഓപ്ഷൻ സി സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. ശരിയുത്തരം ഓപ്ഷൻ എ ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. 11. ന്യായാധിപന്മാർ 16:8 സാംസനെ ബന്ധിക്കാൻ ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്, ബന്ധിച്ചത്? ഓപ്ഷൻ എ ഫിലിസ്തീയർ, ദലീല. ഓപ്ഷൻ ബി ഫിലിസ്തീയരുടെ നേതാക്കന്മാർ, ദലീല. ഓപ്ഷൻ സി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ദലീല. ശരിയുത്തരം ഓപ്ഷൻ സി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ദലീല. 12. ന്യായാധിപന്മാർ 16:9 ഉൾമുറിയിൽ ദലീല ആളുകളെ പതിയിരുത്തിയതിനു ശേഷം സാംസണോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ സാംസൺ ഇതാ ഫിലിസ്തീയർ വരുന്നു. ഓപ്ഷൻ ബി സാംസൺ ഇതാ ഫിലിസ്തീയർ നിന്നെ വളഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി സാംസൺ ഫിലിസ്തീയർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി സാംസൺ ഇതാ ഫിലിസ്തീയർ നിന്നെ വളഞ്ഞിരിക്കുന്നു. 13. ന്യായാധിപന്മാർ 16:9 സാംസൺ എങ്ങനെയാണ് ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത്? ഓപ്ഷൻ എ അഗ്നി ചണനൂലിനെ എന്ന പോലെ. ഓപ്ഷൻ ബി നൂല് പോലെ. ഓപ്ഷൻ സി കരിഞ്ഞ ചണനൂലിനെ എന്ന പോലെ. ശരിയുത്തരം ഓപ്ഷൻ എ അഗ്നി ചണനൂലിനെ എന്ന പോലെ. 14. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. അധ്യായം, വാക്യം. ഓപ്ഷൻ എ ന്യായാധിപന്മാർ 16:7. ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 16:8. ഓപ്ഷൻ സി ന്യായാധിപന്മാർ 16:9. ശരിയുത്തരം ഓപ്ഷൻ സി ന്യായാധിപന്മാർ 16:9. 15. ന്യായാധിപന്മാർ 16:10 ദലീല സാംസണോട് പറഞ്ഞ കാര്യങ്ങളിൽ രണ്ടാമത്തേത്? ഓപ്ഷൻ എ എന്നോട് നുണ പറഞ്ഞു. ഓപ്ഷൻ ബി നീ എന്നെ കബളിപ്പിച്ചു. ഓപ്ഷൻ സി എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. ശരിയുത്തരം ഓപ്ഷൻ എ എന്നോട് നുണ പറഞ്ഞു. 16. ന്യായാധിപന്മാർ 16:11 എന്തു ചെയ്താൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്നാണ് സാംസൺ പറയുന്നത്? ഓപ്ഷൻ എ ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. ഓപ്ഷൻ ബി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. ഓപ്ഷൻ സി സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. ശരിയുത്തരം ഓപ്ഷൻ ബി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. 17. ന്യായാധിപന്മാർ 16:12 ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് കെട്ടിയതിനു ശേഷം സാംസണോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ സാംസൺ ഇതാ ഫിലിസ്തീയർ വരുന്നു. ഓപ്ഷൻ ബി സാംസൺ ഇതാ ഫിലിസ്തീയർ നിന്നെ വളഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി സാംസൺ ഫിലിസ്തീയർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. ശരിയുത്തരം ഓപ്ഷൻ എ സാംസൺ ഇതാ ഫിലിസ്തീയർ വരുന്നു. 18. ന്യായാധിപന്മാർ 16:12 സാംസൺ എങ്ങനെയാണ് കെട്ടിയിരുന്ന പുതിയ കയർ പൊട്ടിച്ചു കളഞ്ഞത്? ഓപ്ഷൻ എ അഗ്നി ചണനൂലിനെ എന്ന പോലെ. ഓപ്ഷൻ ബി നൂല് പോലെ. ഓപ്ഷൻ സി കരിഞ്ഞ ചണനൂലിനെ എന്ന പോലെ. ശരിയുത്തരം ഓപ്ഷൻ ബി നൂല് പോലെ. 19. ന്യായാധിപന്മാർ 16:13 ദലീല സാംസണോട് പറഞ്ഞ കാര്യങ്ങളിൽ രണ്ടാമത്തേത്? ഓപ്ഷൻ എ ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി എന്നോട് നീ കളവ് പറഞ്ഞു. ഓപ്ഷൻ സി നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. ശരിയുത്തരം ഓപ്ഷൻ ബി എന്നോട് നീ കളവ് പറഞ്ഞു. 20. ന്യായാധിപന്മാർ 16:13 എന്തു ചെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും എന്നാണ് സാംസൺ പറയുന്നത്? ഓപ്ഷൻ എ ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ. ഓപ്ഷൻ ബി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. ഓപ്ഷൻ സി സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത്
പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. ശരിയുത്തരം ഓപ്ഷൻ സി. സാംസന്റെ 7 തലമുടിച്ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. 21. ന്യായാധിപന്മാർ 16:14 ദലീല സാംസന്റെ 7 തലമുടിച്ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തതിനു ശേഷം സാംസണോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ. സാംസൺ, ഇതാ ഫിലിസ്തീർ വരുന്നു. ഓപ്ഷൻ ബി. സാംസൺ, ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി. സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി. സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. 22. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ എ. നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി. നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി. നീ എന്നോട് നുണ പറഞ്ഞിരിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി. നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. 23. ഡാഷ് എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ. നിന്റെ അജയ്യ ശക്തി. ഓപ്ഷൻ ബി. നിന്റെ അമാനുഷിക ശക്തി. ഓപ്ഷൻ സി. നിന്റെ ദൈവിക ശക്തി. ശരിയുത്തരം ഓപ്ഷൻ എ. നിന്റെ അജയ്യ ശക്തി. 24. ന്യായാധിപന്മാർ 16:17 സാംസൺ രഹസ്യം തുറന്നു പറഞ്ഞതിൽ ആദ്യത്തേത്. ഓപ്ഷൻ എ. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. ഓപ്ഷൻ ബി. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ഓപ്ഷൻ സി. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ശരിയുത്തരം ഓപ്ഷൻ ബി. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. 25. എപ്പോഴാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി ദലീലയുടെ അടുത്തെത്തിയത്? ഓപ്ഷൻ എ. ദലീല ഫിലിസ്തീനെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ബി. ദലീല ഫിലിസ്തീൻ പ്രഭുക്കളെ വിളിച്ച് പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി. ദലീല ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ച് പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി. ദലീല ഫിലിസ്തീൻ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. 26. ന്യായാധിപന്മാർ 16:19 സാംസന്റെ ശക്തി അവനെ വിട്ടു പോകുന്നതിന് മുമ്പ് ദലീല ചെയ്തതായി പറയുന്നതിൽ രണ്ടാമത്തേത്. ഓപ്ഷൻ എ. അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. ഓപ്ഷൻ ബി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഓപ്ഷൻ സി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. 27. ന്യായാധിപന്മാർ 16:20 ദലീല സാംസണോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ. സാംസൺ, ഇതാ ഫിലിസ്തീർ വരുന്നു. ഓപ്ഷൻ ബി. സാംസൺ, ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി. സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി. സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. 28. ന്യായാധിപന്മാർ 16:20 സാംസൺ ഉറക്കമുണർന്ന് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞതെന്ത്? ഓപ്ഷൻ ഇ. മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും. ഓപ്ഷൻ ബി. എന്നെ തന്നെ സ്വതന്ത്രനാക്കും. ഓപ്ഷൻ സി. ഞാൻ രക്ഷപ്പെടും. ശരിയുത്തരം ഓപ്ഷൻ ഇ. മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും. 29. ന്യായാധിപന്മാർ 16:20 സാംസൺ എന്താണ് അറിയാതെ പോയത്? ഓപ്ഷൻ എ. ശക്തി അവനെ വിട്ടുപോയ കാര്യം. ഓപ്ഷൻ ബി. കർത്താവിൻ്റെ ആത്മാവ് തന്നെ വിട്ടുപോയ കാര്യം. ഓപ്ഷൻ സി. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം. ശരിയുത്തരം ഓപ്ഷൻ സി. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം. 30. ഫിലിസ്തീർ സാംസനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത്
എവിടേക്കാണ് കൊണ്ടുപോയത്? ഓപ്ഷൻ എ തിമ്നായിലേക്ക്, ഓപ്ഷൻ ബി ഗാസയിലേക്ക്, ഓപ്ഷൻ സി ലേഹിയിലേക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ഗാസയിലേക്ക്. 31. ന്യായാധിപന്മാർ 16:21 സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തിയത്? ഓപ്ഷൻ എ ചങ്ങല കൊണ്ട്, ഓപ്ഷൻ ബി ഓട്ട് ചങ്ങല കൊണ്ട്, ഓപ്ഷൻ സി പുതിയ കയറുകൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ബി ഓട്ട് ചങ്ങല കൊണ്ട്. 32. എന്നാൽ ഡാഷ് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ മുടി വെട്ടിയതിന്, ഓപ്ഷൻ ബി മുടി മുറിച്ചതിന്, ഓപ്ഷൻ സി മുണ്ടനത്തിന്. ശരിയുത്തരം ഓപ്ഷൻ സി മുണ്ടനത്തിന്. 33. ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ ദേവൻ. ഓപ്ഷൻ എ ദാഗോൻ, ഓപ്ഷൻ ബി കെമോഷ്, ഓപ്ഷൻ സി ബാൽ. ശരിയുത്തരം ഓപ്ഷൻ എ ദാഗോൻ. 34. നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഓപ്ഷൻ എ ഫിലിസ്തീയരുടെ നേതാക്കൾ, ഓപ്ഷൻ ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ഓപ്ഷൻ സി ജനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ. 35. ആരാണ് തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞത്? നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. ഓപ്ഷൻ എ ഫിലിസ്തീയരുടെ നേതാക്കൾ, ഓപ്ഷൻ ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ഓപ്ഷൻ സി ജനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി ജനങ്ങൾ. 36. ന്യായാധിപന്മാർ 16:25 സന്തോഷിച്ച് മതിമറന്ന് ജനങ്ങൾ പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്. ഓപ്ഷൻ ബി നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. ഓപ്ഷൻ സി നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. ശരിയുത്തരം ഓപ്ഷൻ സി നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. 37. സാംസൺ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. ഓപ്ഷൻ എ ബാലനോട്, ഓപ്ഷൻ ബി അവിടെ ഉണ്ടായിരുന്ന ബാലനോട്, ഓപ്ഷൻ സി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട്. ശരിയുത്തരം ഓപ്ഷൻ സി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട്. 38. ന്യായാധിപന്മാർ 16:27 അവർ സമ്മേളിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 3000, ഓപ്ഷൻ സി 5000. ശരിയുത്തരം ഓപ്ഷൻ ബി 3000. 39. ന്യായാധിപന്മാർ 16:28 സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതിൽ രണ്ടാമത്തെ പ്രാർത്ഥന. ഓപ്ഷൻ എ എന്നെ ഓർക്കണമേ, ഓപ്ഷൻ ബി എന്നെ ശക്തിപ്പെടുത്തണമേ, ഓപ്ഷൻ സി എന്നെ ശക്തനാക്കണമേ. ശരിയുത്തരം ഓപ്ഷൻ സി എന്നെ ശക്തനാക്കണമേ. 40. കെട്ടിടം താങ്ങി നിന്നിരുന്ന ഡാഷ് സാംസൺ പിടിച്ചു. വലത്തുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ 2 തൂണുകളെ, ഓപ്ഷൻ ബി 2 നെടും തൂണുകളെ, ഓപ്ഷൻ സി നെടും തൂണുകളെ. ശരിയുത്തരം ഓപ്ഷൻ ബി 2 നെടും തൂണുകളെ. 41. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. അധ്യായം വാക്യം. ഓപ്ഷൻ എ ന്യായാധിപന്മാർ 16:28, ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 16:29, ഓപ്ഷൻ സി ന്യായാധിപന്മാർ 16:30. ശരിയുത്തരം ഓപ്ഷൻ സി ന്യായാധിപന്മാർ 16:30. 42. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് സാംസന്റെ ശരീരം കൊണ്ടുപോയി എവിടെ സംസ്കരിച്ചു? ഓപ്ഷൻ എ സോറായ്ക്കും എസ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ, ഓപ്ഷൻ ബി എൻഹക്കോറിൽ പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ, ഓപ്ഷൻ സി ലേഹിയിൽ പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ എ
സോറായ്ക്കും എസ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. 43. സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 16. ശരിയുത്തരം ഓപ്ഷൻ ബി 20. താങ്ക് യു.